തസ്തികയിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം പരീക്ഷ നടത്താൻ നമ്മുടെ കേരള ബാങ്കിന്റെ മാനേജ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോ സർവീസിലിരിക്കുന്ന പലർക്കും ആശങ്കയും മറ്റും ഒക്കെയാണെന്നാണ് നമ്മൾ പലരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഒരു എക്സാം വരുന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷ എഴുത്തൊക്കെ അവസാനിപ്പിച്ചവരാണ് പല ആളുകളും. വീണ്ടും നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ എക്സാം എഴുതുന്നതിനെ പറ്റി വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്ന ആളുകൾ നിരവധിയായിട്ട് ഇതിനകത്ത് വരും. കാരണം ഉയർന്ന തസ്തികയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുറെ അധികം ഉദ്യോഗസ്ഥർ ഈ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ പലർക്കും അതിൻ്റെതായ ആശങ്കകളും ഒക്കെ നേരിട്ട് ഫോൺ ചെയ്യുമ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പൊതുവിൽ പറയാനുള്ളത്, ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് അനുദിനം ആ മേഖലയിൽ മാറ്റങ്ങൾ വരികയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള തസ്തികയിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും നിങ്ങളത് പരിശോധിച്ചാൽ മനസ്സിലാവും, ബാങ്കിങ് പ്രധാന ഊന്നൽ നൽകിക്കൊണ്ടാണ് സിലബസ് പൊതുവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പൊ 1-2 തസ്തികയിലേക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അക്കൗണ്ടിങ് വന്നിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ജനറൽ മാനേജർ, DGMA മാനേജർ തസ്തികയിലേക്ക് ഈ കോഓപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് പോലുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുമല്ല. അപ്പം അതിൻ്റെതായ ഒരു ആശങ്ക ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവിൽ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വലിയ കാര്യമായ ആശങ്കകൾക്കൊന്നും ഇവിടെ ഉണ്ടാകില്ല. കാരണം ഇപ്പൊ നമ്മൾ അന്വേഷിച്ചിടത്തോളം കേരള ബാങ്കിന്റെ മാനേജ്മെന്റ് എക്സാം നടത്താൻ IBPS ഡിസ്കഷൻ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പങ്കുവെക്കുന്ന വിവരമാണ്. ഏത് ഏജൻസി നടത്തിയാലും ഈ സിലബസിനകത്ത് നിന്നുകൊണ്ടേ പരീക്ഷ നടക്കൂ. നമ്മൾ കരുതുന്നത് IBPS ആണ് നടത്താൻ പോകുന്നത് എങ്കിൽ IBPS ഇപ്പോൾ നമുക്ക് കേരള ബാങ്ക് നൽകിയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ സിലബസ് നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൂടെ അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടായിരിക്കും അവർ പരീക്ഷ നടത്തുക. അങ്ങനെയാണ് അവരുടെ ഒരു മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കിങ്ങിന്റെ ഒക്കെ പ്രൊമോഷന് അവർ സ്വീകരിക്കുന്ന ഒരു രീതി. അവിടെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് വരിക എന്നുള്ളത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് അവർ പറയാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണ് അവർ മറ്റ് ബാങ്കുകളുടെ പ്രൊമോഷൻ ടെസ്റ്റ് നടത്തുന്നത്. നമ്മുടെ ബാങ്കിന്റെ പ്രൊമോഷൻ ടെസ്റ്റ് നിശ്ചയമായും ആ രൂപത്തിൽ തന്നെ ഇപ്പോ IIBF ആണെങ്കിലും IBPS ആണെങ്കിലും ആര് നടത്തിയാലും ആ നിലയിൽ തന്നെയായിരിക്കും നടത്തുക. അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ള സിലബസ് ഒരുപക്ഷെ കുറച്ച് അവ്യക്തതകളൊക്കെ നിറഞ്ഞാണ്. ഇപ്പോൾ 1-2 തസ്തികകളിലേക്ക് ജനറൽ നോളജ് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ നോളജിൽ എന്ത് പഠിക്കണം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം എന്ത് പഠിച്ചാലും പൊതുവിജ്ഞാനമാണ്. അപ്പൊ അതുകൊണ്ട് അത് സ്പെസിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ PSC റിക്രൂട്ട്മെന്റിന് വേണ്ടി നടത്തുന്ന പരീക്ഷകൾക്കെല്ലാം ഡീറ്റെയിൽഡ് സിലബസ് പ്രസിദ്ധീകരിക്കും. ഇപ്പോ 2-3 മാസം മുമ്പാണ് കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ, കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് തസ്തികയിലേക്കൊക്കെ PSC പരീക്ഷ നടത്തിയത്. അതിനെ സംബന്ധിച്ച് PSC ടോപ്പിക്കിനകത്ത് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് പരീക്ഷ നടത്തുക. ഇതിനെ സംബന്ധിച്ചും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ബേസിക് തുടക്കം എന്ന രീതിയിൽ പറയാനുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സിലബസിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്കതൊക്കെ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പിന്നെ ഉള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെ വളരെ തിരക്കുള്ള ഉദ്യോഗസ്ഥരാണ്. ഇപ്പോ മാർച്ചിലെ വലിയ തിരക്കുകൾ ഓരോ ദിവസവും നിങ്ങളെ NBA കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ബേസ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ വർക്കൊക്കെ നടത്തുന്ന ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ സുഖകരമായ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നൊന്നും കരുതാനും പറ്റില്ല. കാരണം ബാങ്കിങ് ജോലി ഓരോ ദിവസവും മാറുകയാണ്. നമുക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് ആയതോടുകൂടി ഒത്തിരി മാറ്റങ്ങളും ആ മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത്. ആ പരിമിതിയെ നമുക്ക് മുറിച്ചു കടന്നുകൊണ്ട് വേണം നമ്മുടെ ഈ ക്വാളിഫയിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിനൊരു നിശ്ചയമായും ക്വാളിഫൈ ചെയ്യാൻ ഓരോ പരീക്ഷയ്ക്ക് ഒരു നിശ്ചിത മാർക്ക് അവർ നിശ്ചയിക്കും. ഓൺലൈനായിട്ടായിരിക്കും IBPS ആണെങ്കിലും പരീക്ഷ, IIBF ആണെങ്കിലും എക്സാം നടത്തുക. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പിന്നീട് ഏത് ഏജൻസി ആണെങ്കിലും അവർ പങ്കുവെക്കും. നമ്മൾ അടിസ്ഥാനപരമായി ഈ പറയുന്ന
നമുക്ക് കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്, കുറച്ചെല്ലാം നന്നായ അറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്രായോഗികമായി ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ്. അതിന്റെ തിയറിയെ സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് നിലവിലുള്ള നിയമത്തെ സംബന്ധിച്ച് നമുക്ക് അറിവിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാകാം. നമുക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ആ രീതിയിൽ നമുക്ക് കുറച്ച് ഡെപ്തിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ തന്നെ, നല്ല ക്ലാസ്സുകൾ ഇരുന്നാൽ തന്നെ നമുക്ക് ഈ ക്വാളിഫയിങ് എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ആ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മുടെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ 2 ദിവസത്തെ ഡെമോ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് ഡെമോ ക്ലാസ് ഉണ്ട്, നാളെയും ഡെമോ ക്ലാസ് ഉണ്ടാകും. ഇതിനുശേഷം അടുത്ത ശനിയാഴ്ച മുതൽ നമ്മൾ ഓരോ ബാച്ചിന്റെയും ഇപ്പോൾ ക്ലർക്കാണേലും അക്കൗണ്ടന്റ് ആണേലും അസിസ്റ്റന്റ് മാനേജർ ആണേലും മാനേജർ തസ്തികയിലേക്കൊക്കെയുള്ള ഓരോ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള റെഗുലർ ക്ലാസ് നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായി ഈ ശനിയാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കും. ഇന്നും നാളെയും കൂടി പൊതുവിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരെ പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഡെമോ ക്ലാസ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോയിൻ ചെയ്തവരെയൊക്കെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ കോച്ചിങ് ക്ലാസ്സിൽ ഓരോ തസ്തികയിലേക്കുള്ള കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ അതാത് ബാച്ചിന്റെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തവർക്കെല്ലാം സാറ്റർഡേ മുതൽ റെഗുലർ ക്ലാസ് ഉണ്ടാകും. റെഗുലർ ക്ലാസ്സിൽ പരമാവധി കാര്യങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ട് പോവുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണുവാൻ വേണ്ടി ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആകും. ആ റെക്കോർഡഡ് ക്ലാസ് നൽകും. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ടോപ്പിക്കായിട്ടോ അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. എളുപ്പത്തിൽ ഏതാണോ സാധ്യമാക്കുന്നത് ആ നിലയിൽ തന്നെ ക്ലാസ്സുകൾ നടത്തും. അങ്ങനെ ക്ലാസ്സുകൾ നടത്തിയതിനു ശേഷം ഓരോ ടോപ്പിക്കിന്റെ ഇപ്പൊ NI ആക്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് കരുതുക. ആ NI ആക്ട് പഠിപ്പിച്ചതിന് ശേഷം ആ NI ആക്ടുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അപ്ലോഡ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി നോട്ട്സ് ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ NI ആക്ടിനെ പറ്റി പറയുമ്പോൾ NI ആക്ടുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആപ്പിൽ അപ്ലോഡ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ നമ്മൾ മൊബൈൽ നോക്കി ഒരു കാര്യം നോക്കുന്ന പോലെ നിങ്ങൾക്ക് ആപ്പിലേക്ക് പോകുന്നു. ആപ്പിൽ പോയി മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നു. അതിൽ പോയാൽ നിങ്ങൾക്ക് NI ആക്ടിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നിരവധിയായ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് നമ്മൾ എൻ്റർ ചെയ്യും. നിങ്ങൾക്കത് 2 രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് ലേണിംഗ് മോഡിൽ പഠിക്കാൻ പറ്റും. ലേണിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം 4 ഓപ്ഷൻ, അതിനകത്തിൽ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് കാണിക്കുന്ന രീതിയിലായിരിക്കും ലേണിംഗ് മോഡ്. മറ്റൊന്ന് എക്സാം മോഡ്, ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് തന്നെ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്ത് നോക്കാം. അതിനുശേഷം ഏതൊക്കെയാണ് ശരി തെറ്റെന്നൊക്കെ കാണാവുന്ന രീതിയിലായിരിക്കും. ആ സംവിധാനമില്ല. ഇപ്പോൾ നിരവധിയായ ഉദ്യോഗസ്ഥർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ആ രീതിയിലേക്ക് നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ മാറുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നാളെയും കൂടി നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കാണാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് ക്ലാസ്സുകളെ സംബന്ധിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഡെമോ ക്ലാസ്സുകൾ ഉണ്ടാകും. അതാണ് ക്ലാസ്സുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ട് റാങ്ക് ഫയൽ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യാനുള്ള വർക്ക് അതിന്റെ അക്കാഡമിക് വർക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് സിലബസ് എക്സാം ഏജൻസി പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തരിക. കാരണം ആ എക്സാം ഏജൻസി തരുന്ന ഡീറ്റെയിൽഡ് സിലബസിന് അനുസൃതമായി തന്നെ ഓരോ ടോപ്പിക്കും സബ് ടോപ്പിക്കും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി നോട്ട്സ് പബ്ലിഷ് ചെയ്ത് തരിക. ഈ വരുന്ന മാർച്ച് 25-ാം തീയതി വരെ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം അതാത് കാറ്റഗറിയുടെ പ്രൊമോഷൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആ ബുക്ക് നിങ്ങൾക്ക് സൗജന്യമായി തന്നെ അയച്ചു തരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ കോച്ചിങ് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഗൂഗിൾ ഷീറ്റ് തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഷീറ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ നാളെ മുതൽ ഇവിടുന്ന് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളതാണ്. നിങ്ങൾ എക്സാം എന്ന് വന്നാലും ആ സമയത്തുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ് തരികയും ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ തരികയും മെറ്റീരിയൽസ് തരികയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളാകെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അതാത് ഗ്രൂപ്പിലുള്ള ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അറിയിച്ചാൽ നാളെ മുതൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് മറ്റു ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും.
ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറയാനുള്ളത്. നമ്മുടെ സാറ് ഉണ്ണികൃഷ്ണനുള്ള സാറ് ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ടുണ്ട്. സാർ ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു. ഒരു സംശയം ചോദിക്കാണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പിന്നെ അറ്റൻഡ് ചെയ്യാന് പ്രൊമോഷന് അർഹതയുള്ള ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് മലപ്പുറം ജില്ലയിലെ ആളുകളുടെ ലിസ്റ്റ് കാണുന്നില്ല. അപ്പോ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഓക്കെ സാറേ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിലാരും പറഞ്ഞിട്ടില്ല. നാളെ സാറ് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒരു 11 മണിയാകുമ്പോഴത്തേക്കും തരാം സാറേ. സാറേ, എക്സാം എന്നുണ്ടാവും എന്നുള്ള എന്തെങ്കിലും അറിയാൻ സാറേ, പറ്റുമോ? ഇന്ന് വരെ അന്വേഷിച്ചപ്പോൾ ഈ ഏജൻസിയുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. കേരള ബാങ്ക് തന്നെ സാറിനൊക്കെ അറിയാമല്ലോ, ഇപ്പോ സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പുറപ്പെടുവിച്ചെങ്കിലും ആ സർക്കുലറുകളിൽ ചില അവ്യക്തതകളുണ്ട്. അതായത് ഇപ്പോ DGM പരീക്ഷ എഴുതാൻ കഴിയുന്നത് ഈ സർക്കുലർ പ്രകാരം AGM-മാർക്ക് മാത്രമാണ് എഴുതാൻ കഴിയുക. പക്ഷെ അതിന് താഴെ സീനിയർ മാനേജറും ഒക്കെ ഉണ്ട്, അവർക്കും പ്രൊമോഷൻ ലഭിക്കേണ്ടതാണ്. അപ്പോ അത് സംബന്ധിച്ച് കേരള ബാങ്ക് HOയിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അറിയാം, അവരൊരു ക്ലാരിഫിക്കേഷൻ നോട്ട് വലിയ താമസമില്ലാതെ ഇറക്കും. അതിനകത്ത് വ്യക്തത വരും. അതിന് അതേസമയത്ത് തന്നെ ഏജൻസിയെ സംബന്ധിച്ചുള്ള കാര്യവും വരും. ഏജൻസി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും അവരുടെ എക്സാം പ്രൊസീജിയർ എല്ലാം. ഓൺലൈൻ പരീക്ഷയാണ്. മറ്റു ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്യുകയോ അത് താഴോട്ട് വരികയോ എക്സാം ഹാൾ ഒരുക്കുന്ന പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഈ IBPS ആണെങ്കിലും IIBF ആണെങ്കിലും അതാത് പരീക്ഷകൾ ഓൺലൈനായിട്ട് നടത്തുന്നതാണ്. ഓൺലൈൻ എക്സാം സെന്ററുകൾ അവർക്ക് തന്നെ ഉണ്ട് സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച്. ആ ക്രമീകരണങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. അത് വളരെ വേഗത്തിലുണ്ടാകും. അത്രയാണ് ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഓക്കെ സാറേ. സാറ് ഉണ്ണികൃഷ്ണ സാർ വന്നിട്ടുണ്ട്. സാർ ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കും. ഓക്കെ, താങ്ക് യു. സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ സാറേ? ഹലോ. ഓക്കെ സാറേ. ഹലോ. ചോദിക്കും സാറേ. നമുക്ക് ഈ റെഗുലർ ഓൺലൈൻ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവോ സാറേ? ഇവൻ ഹോളിഡേയ്സിലടക്കം ഉണ്ടാവോ? എല്ലാ ദിവസവും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും സാറേ. എങ്കിലും നമുക്ക് ഇത്രയും ടോപ്പിക്കുകളുണ്ട്. ഇപ്പോ സിലബസിനകത്തിൽ ഒരു 3, 4, 5, 6 നമ്പറിന്റെ ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിനകത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കുറെ അധികം ഉള്ളത് കൊണ്ട് ഇപ്പോൾ NI ആക്ട് എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ NI ആക്ടിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബേസിക് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ വേണ്ടി വരും. നമ്മൾ പരമാവധി നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരികയും ആ ക്ലാസ് തരൽ മാത്രമല്ല അതാത് ഓൺലൈൻ എക്സാമിന് അതേ മെത്തേഡ് തന്നെ ആപ്പിൽ കൂടെ ആയിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നത്. നമ്മൾ പണ്ട് PSC പരീക്ഷ എഴുതുന്നത് ബബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല എക്സാം. അത് ഓൺലൈനാണ്. കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അത് എൻട്രി ചെയ്ത് കൊടുക്കുന്ന അത് അങ്ങനത്തെ എക്സാം അറ്റൻഡ് ചെയ്ത് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അറിയാം. ആ രീതിയിലായിരിക്കും നമ്മുടെ മൊബൈലിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാകും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാ ടോപ്പിക്കിന്റെ ക്ലാസ് വരും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും എല്ലാ ടോപ്പിക്കിന്റെയും നിങ്ങൾക്ക് തരും. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓക്കെ സാറേ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാ ആളുകളും മൈക്ക് ഓഫ് ചെയ്ത് സഹകരിക്കണം. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാൻ നേരത്തെ മാത്രം മൈക്ക് ഓൺ ചെയ്യുക. ഗുഡ് ഈവനിങ്. നമ്മളെ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നമ്മുടെ ഈ ക്ലാസിന്റെ പ്രത്യേകത, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, നമ്മുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഇരിക്കണം. നിങ്ങളെല്ലാം ഈ മേഖലകളിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ഒരുപാട് സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഓരോ കാര്യങ്ങളും സംശയദൃഷ്ടിയോടുകൂടി മാത്രം അല്ലെങ്കിൽ ഒരു വിമർശന ബുദ്ധിയോടുകൂടി മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ ചിലപ്പോൾ നമുക്കത് ഈ പരീക്ഷയ്ക്ക് നമുക്കിവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ബേസ് ചെയ്യുന്നത് എപ്പോഴും
നിയമവും ചട്ടങ്ങളുമാണ്. ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യസ്തമായി തോന്നാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മിൻസ് ബുക്ക് ആരായിരിക്കണം എഴുതേണ്ടതെന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ നിയമ ഭേദഗതി വരുന്നതിന് മുൻപ് വരെ അതേപോലെ സെക്രട്ടറി എഴുതിയ സെക്രട്ടറി തന്നെയാണ് ആ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്രട്ടറി എഴുതിയത് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് എഴുതി വെച്ചു. പക്ഷേ അത് തെറ്റായിരുന്നു. അത് സർക്കുലർ പ്രകാരം പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ആളോ എന്നായിരുന്നു. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് പലതും ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ഇത് അക്കാഡമിക്കായിട്ട് കാണണം. ഇപ്പം പിന്നെ നിങ്ങൾക്കറിയാം, അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ആളോ ചീഫ് എക്സിക്യൂട്ടീവിനോ പറ്റും. അത് പുതിയ റൂളിൽ 29 വരുത്തിയ മാറ്റം അനുസരിച്ച് 29A എന്ന് പറഞ്ഞ് മിൻസ് ബുക്കിൻ്റെ വന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കും. അപ്പോൾ ആ സമയത്ത് അതൊരു വ്യത്യാസം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ 35A എന്ന് പറയുന്ന ഇലക്ഷനാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളത് വരുമ്പോൾ, നേരത്തെ ഇലക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസറും ഇലക്ടറൽ ഓഫീസറും ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ പിന്നീട് ഇലക്ട് ചെയ്യപ്പെട്ട കമ്മിറ്റിക്കാരൊന്ന് അവരുടെ സമയം പോലെ കൂടി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രാക്ടിക്കലായിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടുകൂടി പുതിയതായിട്ടൊരു പ്രിസൈഡിങ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും ഇലക്ഷന് വേണ്ടി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്. പ്രിസൈഡിങ് ഓഫീസർ വന്ന് കമ്മിറ്റി വിളിച്ചു കൂട്ടിയാണ് ഇലക്ഷൻ നടത്തുന്നത്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത് എങ്ങനെയാ? റിട്ടേണിംഗ് ഓഫീസർ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്, 2-3 ദിവസം കഴിഞ്ഞിട്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു. പ്രിസൈഡിങ് ഓഫീസർ എന്ന കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു, ഇലക്ഷൻ നടത്തുന്നു. ഇവിടെ പറഞ്ഞൊരു കാര്യം, നേരത്തെ ഇലക്ഷൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത് കമ്മിറ്റിക്കാർ തന്നെ കൂടി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രിസൈഡിങ് ഓഫീസറെ നിയമിക്കും. പ്രിസൈഡിങ് ഓഫീസർ ആൾക്കാരെ വിളിച്ചു കൂട്ടിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത്, ഇലക്ഷൻ നടത്താൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസറെ വെച്ചുകൊണ്ടുള്ള ഓർഡറിൽ തന്നെ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ പ്രിസൈഡിങ് ഓഫീസറായിട്ട് പ്രവർത്തിക്കണം എന്ന ഓർഡറിലുണ്ട്. അപ്പം നേരത്തെ വന്നിരുന്നത് റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ നടത്തുന്നു, എന്നിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രിസൈഡിങ് ഓഫീസറെ നടത്തുന്നതായിട്ട് പ്രത്യേകിച്ച് ഉത്തരവ് വന്നിട്ടാണ് നടത്തണമെന്നാണ് നിയമത്തിൽ കിടക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസർ അയാൾ തന്നെ പ്രത്യേകിച്ച് ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ് തിയറി. നമുക്കറിയേണ്ടത് തിയറിയാണ്. മാത്രവുമല്ല, തിയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ചില സംശയങ്ങൾ വരും. അത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്നതല്ല. നമുക്കിപ്പോൾ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട് തന്നെ അത് ഏതാണ് സെക്ഷൻ എന്നൊരു ചോദ്യമായിരിക്കും നമുക്ക് വരുന്നത്. കൂടാതെ റിസ്ക് ഫണ്ടിൽ അടയ്ക്കേണ്ട തുക, പ്രീമിയം എത്രയാണെന്നുള്ളതായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് പരമാവധി റിസ്ക് ഫണ്ടിൽ നിന്ന് ഒരു ലോണിക്ക് ലഭിക്കുന്ന മൂലധനത്തിൽ ലഭിക്കുന്ന തുക എത്രയെന്നുള്ളതായിരിക്കും. അങ്ങനെ ചില പോയിന്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രാധാന്യം വരുന്നത്. പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മളിൽ വരാം. മാത്രമല്ല, ഒരുപാട് സർക്കുലറുകളും ഗവൺമെൻറ് ഓർഡറുകളും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാലാകാലങ്ങളിൽ ഇറക്കുന്നുണ്ട്. ഇതേപോലെ ഇറങ്ങിയ സർക്കുലർ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തൊരു ഉത്തരവും സർക്കുലറും കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഏത് സർക്കുലറാണ് നമ്മൾ വായിച്ചിരിക്കുന്നത് വെച്ചാൽ അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലറും വന്നിട്ടുണ്ട്. പുതിയ സർക്കുലർ വരുമ്പോൾ അതിൽ മാറ്റം വരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ പഴയ സർക്കുലറായിരിക്കും വായിച്ചത്, ചിലർ പുതിയത് വായിച്ച് കാണും.
അപ്പോൾ അതനുസരിച്ച് ക്വസ്റ്റ്യനിലും മാറ്റങ്ങളും പ്രാക്ടിക്കലായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരും. അത് വരുന്നത് ഈ കൂടുതലും പ്രാക്ടിക്കലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ അല്ല ചില ഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ്. ഇപ്പോൾ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും നമുക്കറിയാം ആദ്യകാലത്തൊക്കെ എന്ന് വെച്ചാൽ റിസ്ക് ഫണ്ടിൻ്റെ രീതി എന്ന് വെച്ചാൽ മുതലും പലിശയുമായിരുന്നു. മറ്റൊരു കാര്യം, റിസ്ക് ഫണ്ടിൻ്റെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് തെറ്റുണ്ടെങ്കിലും അത് AR ഓഫീസിൽ കൊടുക്കണമെന്നും എന്ത് തെറ്റുണ്ടെങ്കിലും AR ഓഫീസിൽ നിന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ അയച്ചു കൊടുക്കണമെന്നും അത് കൊള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ബോർഡിനാണെന്നും എന്നൊരു ഓർഡർ ഇറങ്ങി. അപ്പോൾ അതിപ്പം മാറി. ഇപ്പം സംഘത്തിൽ നിന്ന് സംഘത്തിലേക്ക് ലോണി കൊണ്ട് കൊടുക്കുന്നു. ആ ലോണി ഭരിച്ച ആളുടെ പിൻഗാമി കൊണ്ട് കൊടുക്കുന്നു. സംഘം അത് കിട്ടിക്കഴിയുമ്പോൾ 1 മാസത്തിനകം AR ഓഫീസിൽ കൊടുക്കുന്നു. AR ഓഫീസിൽ നിന്നത് ബോർഡിന് അയച്ചു കൊടുക്കുന്നു. ഈ അയച്ചുകൊടുപ്പിനകത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ട് ഈ റിസ്ക് ഫണ്ട് ഒരാൾക്ക് കിട്ടാതെ വന്നാൽ, അപേക്ഷ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതിനകത്തിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് കമ്മിറ്റിയും ചീഫ് എക്സിക്യൂട്ടീവ് ഉത്തരവാദിയാണ്. എന്നാൽ വാങ്ങിയ തുക അടുത്ത മാസം 15-ാം തീയതിക്കകം അടയ്ക്കാതിരുന്നാൽ, റിസ്ക് ഫണ്ടിന്റെ പ്രീമിയം അടച്ച തുക അടുത്ത മാസം 15-ാം തീയതിക്കകം അടയ്ക്കാതിരിക്കുന്നെങ്കിൽ അതിൻ മൂലമുണ്ടാകാവുന്ന കുഴപ്പത്തിന് ചീഫ് എക്സിക്യൂട്ടീവ് വ്യക്തിപരമായിട്ട് തന്നെ ബാധ്യതപ്പെട്ടവരായിരിക്കും. അതായത് ഒരാളുടെയും ഈ റിസ്ക് ഫണ്ട് വാങ്ങിക്കുകയും അത് അടുത്ത 15-ാം തീയതിക്ക് അടയ്ക്കാതെ അടുത്ത 20-ാം തീയതി പോയി അടച്ചതെങ്കിൽ ആ 5 ദിവസത്തിനിടയിലാണ് അയാൾ മരിച്ചതെങ്കിൽ ഇൻഷുറൻസ് ഇല്ല. അയാൾക്കുണ്ടാകുന്ന നഷ്ടം വെച്ചാൽ ഇൻഷുറൻസിൻ്റെ ഈ പ്രീമിയം ഈ പൈസ കിട്ടേണ്ടതായിരുന്നു 3 ലക്ഷം, അത് സെക്കൻഡ് കയ്യിൽ നിന്ന് കൊടുക്കണം. ആ കാലയളവ് വെച്ചാൽ 20-ാം തീയതി അടയ്ക്കുന്നെങ്കിൽ 20-ാം തീയതി മുതലേ ഉള്ളൂ ഇൻഷുറൻസ്. നമുക്കത് എല്ലാ മേഖലയിലും ഉള്ളതല്ലേ. ഇപ്പം നമ്മൾ പണ്ട് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് അടച്ചു, ഈ മാസം തീർന്നതാണ്. നമ്മൾ പിന്നെ അടയ്ക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞാണെങ്കിൽ അന്ന് മുതൽ അതിന് വാലിഡിറ്റി ഉള്ളതുപോലെ ഇതിനും അങ്ങനെയാണ്. അതിൽ പൈസ അടയ്ക്കുന്നതിൽ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ലോണിയുടെ നിന്ന് പൈസ വാങ്ങിക്കാതിരിക്കുകയും പിന്നെ അതുകൊണ്ട് അടയ്ക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ലോണി പറയുകയാണ് എനിക്ക് റിസ്ക് ഫണ്ടിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് ഒരു കത്ത് വാങ്ങണമായിരുന്നു, എനിക്ക് റിസ്ക് ഫണ്ടിൽ ചേരാൻ താല്പര്യമില്ലാത്തതാണെന്ന്, അതുകൊണ്ടാണ് ചേർക്കാത്തതെന്ന് ഉള്ള ഉറപ്പിന് വേണ്ടി സെക്രട്ടറി അത് വെക്കണമായിരുന്നു. പിന്നെ അത് മാറിയിട്ടുണ്ട്, റിസ്ക് ഫണ്ടിൽ ചേർത്തേ പറ്റൂ, അഥവാ ചേരാൻ താല്പര്യമില്ലവൻ ലോൺ കൊടുക്കേണ്ട എന്നാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്കിറങ്ങിയ കത്തുകളിലൂടെയും ഓർഡറിലൂടെയും ഒക്കെയാണ് അത് വരുന്നത്. അപ്പം അങ്ങനെയാണ്. പിന്നെ കൂടാതെ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ബാങ്കിൻ്റെ ആണെങ്കിൽ അത് ഇപ്പോൾ സാധാരണ പ്രൈമറി സംഘത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് AR ഓഫീസിൽ നിന്ന് AR ഓഫീസിൽ കൊടുത്തിട്ട് അവിടെ നിന്നാണ് അയക്കുന്നത്, അവിടെ നിന്ന് വെരിഫൈ ചെയ്ത്. എന്നാൽ അപ്പെക്സ് സംഘത്തിൻ്റെ ആണെങ്കിൽ കൺകറന്റ് ഓഡിറ്റർ അല്ലെങ്കിൽ JR മുഖാന്തരമാണ് പരിശോധിച്ച് കൊടുക്കുന്നത്. പ്രൈമറി കാർഡ് ബാങ്കിൻ്റെ ആണെങ്കിൽ, ഒരു പ്രൈമറി ബാങ്ക് ആണല്ലോ പ്രൈമറി കാർഡ് ബാങ്ക്, അവരുടെ കാര്യത്തിൽ ഈ റിസ്ക് ഫണ്ടിൻ്റെ അപേക്ഷ സംഘത്തിന് കിട്ടിയാൽ അവിടെ ഒരു വാല്യുവേഷൻ ഓഫീസറുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ കാർഡ് ബാങ്കിലും ഒരു വാല്യുവേഷൻ നടത്താൻ വേണ്ടി, ലോൺ കൊടുക്കാൻ വേണ്ടിയുള്ള വസ്തുവിൻ്റെ വാല്യുവേഷൻ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അത് എപ്പോഴും ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ പോസ്റ്റിലുള്ള ആളായിരിക്കും. ആളിനെ അസിസ്റ്റന്റ് രജിസ്ട്രാർ വാല്യുവേഷൻ എന്നറിയപ്പെടും. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും വാല്യുവേഷൻ എന്ന പേരെങ്കിലും അദ്ദേഹം വാല്യുവേഷൻ നടത്തുന്നത് കൂടാതെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. ഈ ബാങ്കിൽ എല്ലാ ലോൺ കൊടുത്ത ഫയലുകളും സാധാരണ ബാങ്കുകളിലൊക്കെ സെക്രട്ടറിയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ എല്ലാ ലോൺ കൊടുത്ത ഫയലുകൾ മൊത്തം കൈവശം വെച്ചിരിക്കുന്നത് വാല്യുവേഷൻ ഓഫീസറാണ്.
ആ കാർഡ് ബാങ്കിൻ്റെ ആ ലോൺ ഫയലിന് പറയുന്നൊരു പേരാണ് DV ഫയൽ അഥവാ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ. അത് ലോൺ അടച്ച് തീരുന്നത് വരെ ഇതിൻ്റെ കസ്റ്റോഡിയൻ ഈ വാല്യുവേഷൻ ഓഫീസറാണ്. ആ ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ലോണൊക്കെ സർക്കാർ ഗ്യാരണ്ടി നിന്നുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ആണ് കാർഡ് ബാങ്കിന്, സ്റ്റേറ്റ് കാർഡ് ബാങ്ക് പണം സമാഹരിക്കുന്നത്. ആ പണമാണ് പ്രൈമറി കാർഡ് ബാങ്കിന് കൊടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ലോൺ കൊടുത്ത പൈസയുടെ ആ ഫയലുകൾ മൊത്തം സർക്കാരിൻ്റെ പ്രതിനിധിയായ വാല്യുവേഷൻ ഓഫീസർ രജിസ്ട്രാർക്ക് വേണ്ടി സൂക്ഷിക്കുകയാണ്. കാരണം ഈ ലോണൊക്കെ അടച്ചു തീർന്നിട്ട് സെക്രട്ടറി ഒരു കത്ത് വാല്യുവേഷൻ ഓഫീസർ കൊടുക്കും. ഈ ലോൺ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ബുക്കൂടെ കൊണ്ടുവന്ന് വാല്യുവേഷൻ ഓഫീസറെ കാണിക്കുമ്പോൾ മാത്രമേ ആ ഫയൽ തിരിച്ചു കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു ജോലിയും കൂടിയുള്ള വാല്യുവേഷൻ ഓഫീസറാണ് ഈ പ്രൈമറി കാർഡ് ബാങ്കിൻ്റെ ഈ DV ഫയൽ അല്ലെങ്കിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തി കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം, ഈ റിസ്ക് ഫണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിസ്ക് ഫണ്ടിൻ്റെ പൈസ അടയ്ക്കുന്നതിലോ എല്ലാം അടുത്ത മാസം 15-ാം തീയതി അടയ്ക്കണം. കൂടാതെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 20-ാം തീയതിക്കകം അയച്ചു കൊടുക്കണം. കിട്ടിയ പണം ലോണിലാണ് വരവ് വെക്കാൻ. നേരത്തെ ലോണിലും പലിശയെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പം പലിശ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അന്ന് പലിശ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കും വായ്പയിൽ ഇത്ര രൂപയും പലിശയിൽ ഇത്ര രൂപയും എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. ഇപ്പം മുതലിൽ ആണ് കൊടുക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഊന്നി പറയുന്നുണ്ട്. മുതലിൽ ബാക്കി നിൽക്കുന്ന 3 ലക്ഷം വരെ എന്ന്. അതുകൊണ്ട് എടുത്തിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഈ കിട്ടിയ പണം സസ്പെൻസ് അക്കൗണ്ടിൽ വരവ് വെക്കരുത്. എത്ര കിട്ടിയാലും അന്നേരം തന്നെ ലോണിലോ അത് പലിശയും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പലിശയിലൂടെ വരവ് വെക്കണം. എന്നിട്ട് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും അടുത്ത മാസം 15-ാം തീയതിക്കകം കൊടുക്കണം. മറ്റൊരു കാര്യം, ഈ ലോൺ അനുവദിക്കുന്നത്, ഈ റിസ്ക് ഫണ്ട് അനുവദിക്കുന്നത് കമ്മിറ്റിയാണ്, ബോർഡാണ്. നമ്മുടെ സഹകരണ മന്ത്രി ചെയർമാനായ ബോർഡാണ് ഇത് അനുവദിക്കണം. പക്ഷെ അനുവദിക്കുന്നതിന് മുൻപ് ഈ റിസ്ക് ഫണ്ടിൻ്റെ പേപ്പറുകൾ പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാ റിസ്ക് ബോർഡിലും ഒരു ജോയിൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്ത ഒരാൾ സെക്രട്ടറിയും അസിസ്റ്റന്റ് രജിസ്ട്രാറിൽ കുറയാത്ത ഒരാൾ മാനേജറും ഉണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് രജിസ്ട്രാർ സെക്രട്ടറിയും ജോയിൻറ്റ് രജിസ്ട്രാർ സെക്രട്ടറിയും അസിസ്റ്റന്റ് രജിസ്ട്രാർ മാനേജറും അവർ ഈ ബോർഡിന് വേണ്ടി പരിശോധിക്കും. ആ പരിശോധിച്ചിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് ബോർഡ് അത് കൊടുക്കുന്നത്. കാരണം ബോർഡാ കൊടുക്കുന്നതെങ്കിലും ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള അറിവ് അത്രമാത്രം സമയമോ ബോർഡിനില്ല. അതിനുവേണ്ടി ബോർഡിന് വേണ്ടി ജോയിൻറ്റ് രജിസ്ട്രാർ സെക്രട്ടറിയും അസിസ്റ്റന്റ് രജിസ്ട്രാർ മാനേജറും അവിടെ തന്നെയുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാർ മാനേജറും കൂടി അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് ബോർഡിന് കൊടുത്ത് ബോർഡ് അത് ലോൺ അനുവദിക്കും. ഈ സ്കീമിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ അത് ബോർഡിന് മാറ്റാനൊക്കത്തില്ല. എനി ചേഞ്ച് ഇൻ ദ സ്കീം, എനി പ്രൊവിഷൻ ഇൻ ദ സ്കീം ഷാൽ ബി ചേഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദ ബോർഡ്. ബോർഡിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഏതെങ്കിലുമൊക്കെ വരുത്താം. ഇടയ്ക്ക് പറയാൻ, ഇടക്കാലത്ത് ഈ എല്ലാ കാര്യങ്ങളും ശരിയല്ലാത്ത അപേക്ഷ ലഭിച്ച് ചിലപ്പോൾ കാലാവധി കഴിഞ്ഞത് 6 മാസം കുടിശ്ശികയുള്ളത് ഒക്കെ ചെയ്തിരുന്ന ചില സമയമുണ്ടായിരുന്നു. അത് അയച്ചു കൊടുത്തപ്പോൾ ചിലത് ബാങ്കിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ AR ഓഫീസിൽ വെച്ച് തന്നെ അത് തടഞ്ഞപ്പോൾ അന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് അത് AR ഓഫീസിൽ വെച്ച് തടയണ്ട, ഇപ്പം പിന്നെ തെറ്റുണ്ടെങ്കിൽ അയക്കേണ്ട എന്നാണ്. അത് തടയരുത്, അയക്കണമെന്നും. കാരണം ഏതെങ്കിലും ഒരു ലോണിക്ക് റിസ്ക് ഫണ്ടിൽ നിന്ന് ആനുകൂല്യം കൊടുക്കാൻ നിയമപരമായി ഇപ്പോഴത്തെ പ്രൊവിഷൻ അനുസരിച്ച് പറ്റത്തില്ലെങ്കിൽ എന്നിരുന്നാൽ പോലും
വേണമെങ്കിൽ സർക്കാരിന് പ്രത്യേക പരിഗണന കൊടുത്ത് ഒരു ലോണിയുടെ കാര്യത്തിൽ പ്രത്യേക എക്സംഷൻ കൊടുക്കാം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തൊക്കെ തെറ്റുണ്ടെങ്കിലും അങ്ങനെ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം അതൊന്നും അപ്പോൾ ചില പല പല കാര്യങ്ങളിൽ കാലാകാലങ്ങളിൽ പ്രാക്ടിക്കലായിട്ട് ചില മാറ്റങ്ങൾ അവർ പ്രത്യേകിച്ച് അവരായിട്ട് തന്നെ ബാങ്കുകളെ അറിയിക്കുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് ആ ഭാഗമൊന്നും വരത്തില്ല. നമ്മുടെ പരീക്ഷയ്ക്ക് ഈ പറയുന്ന ബോർഡിൻ്റെ വർഷം 1/4/2008 വന്ന കാര്യവും അതിൻ്റെ സെക്ഷനും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപ്പിലാക്കുന്ന ഏജൻസി, ഫണ്ട് അനുവദിക്കുന്നതാര്, അത് വെരിഫൈ ചെയ്യുന്നതാര്, എത്ര നാളിനകം പൈസ പ്രീമിയം പിടിച്ചിട്ട് അടയ്ക്കണം, എത്ര രൂപ കിട്ടും, 3 ലക്ഷം വരെ കിട്ടും, മറ്റുള്ളവർക്ക് ഈ 1 ലക്ഷം 1.25 ലക്ഷം കിട്ടും. മരിച്ചവരുടെ കാര്യത്തിൽ മാത്രം എക്സ്പയറി കഴിഞ്ഞിട്ട് 6 മാസം എന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞാലും കിട്ടും. എന്നാൽ രോഗം ബാധിച്ചവരുടെ കാര്യത്തിൽ രോഗം എക്സ്പയറി കഴിഞ്ഞിട്ട് പിന്നെ 6 മാസത്തിനുള്ളിലാണ് രോഗം ബാധിക്കുന്നതെങ്കിൽ എന്നുള്ളത് ഈ സ്കീമിൽ പറയുന്നില്ല. അപ്പം നമ്മളെപ്പോഴും ആ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. എവരി സൊസൈറ്റി റെമിറ്റ് റിസ്ക് ഫണ്ട് ടു ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ബോർഡിൽ അയക്കണം വിതിൻ 50 days ഇൻ ദ നെക്സ്റ്റ് മന്ത്. അടുത്ത 15th day 15-ാം തീയതിക്കകം എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോർ റിസ്ക് ഫണ്ട് ഷാൾ ബി സബ്മിറ്റഡ് ടു ദ അസിസ്റ്റന്റ് രജിസ്ട്രാർ താലൂക്കിന് കൊടുക്കണം. അവർ 1 മാസത്തെ അത് സംഘത്തിന് കിട്ടി, സംഘം 1 മാസത്തിനകം കൊടുക്കണം. റെമിറ്റ് സൊസൈറ്റി വിതിൻ 1 month അവർക്ക് കിട്ടിയത് എന്നാണോ അത് എത്ര നാളിനകം സംഘത്തിന് കൊടുക്കണമെന്ന് നമ്മുടെ സ്കീമിലില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ അനന്തരാവകാശിയാണ് സംഘത്തിന് സമർപ്പിക്കേണ്ടത്. അത് എന്ന് സമർപ്പിക്കുന്നോ അത് മുതലേ സംഘത്തിന് നടപടി വരുന്നുള്ളൂ. അത് ചിലപ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി സമയം വരുമെന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയാൻ വയ്യാത്തത് കൊണ്ട് കൊടുക്കാതിരുന്ന് പിന്നറിഞ്ഞ് കൊടുക്കുന്നത് കൊണ്ടോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ പ്രത്യേകിച്ച് സംഘത്തിന് ലോണിയുടെ ഡിപ്പെൻഡൻസ് കൊടുക്കേണ്ടതിൻ്റെ സമയത്തെപ്പറ്റി സ്കീമിലില്ല. എന്നാൽ ഡിപ്പെൻഡൻ്റ് സംഘത്തിന് കൊടുത്തു കഴിഞ്ഞാൽ സംഘം അത് 1 മാസത്തിനകം പരിശോധിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് AR ഓഫീസിൽ എത്തിക്കണം. പ്രൈമറി സംഘത്തിൻ്റെ കാര്യത്തിൽ PCRD ബാങ്ക് ഒഴികെ ആ AR ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരവിടെ പരിശോധിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇത് കിട്ടാനുള്ള സാഹചര്യം ഒരുക്കാതിരുന്നാൽ അതിന് കമ്മിറ്റിക്കാരും ചീഫ് എക്സിക്യൂട്ടീവും ഉത്തരവാദിയാകും. എന്നാൽ പണം അടയ്ക്കാതിരുന്നാൽ സമയത്തിന് അതിൻ്റെ കാര്യത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് മാത്രമായിരിക്കും ഉത്തരവാദി. ദ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻ ദ താലൂക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ബിഫോർ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അത് പ്രത്യേകിച്ച് ചില സർക്കിളിലെ 15-നകം അസിസ്റ്റന്റ് രജിസ്ട്രാർ കൊടുക്കണമെന്നും ചിലതിനകത്തിൽ 7 അത് ഒരു ക്ലാസിഫിക്കേഷൻ വന്ന് ഒരാഴ്ചയെന്നും പറയുന്നുണ്ട്. ഒരാഴ്ചയും 15 ഒരാഴ്ചക്കകമാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കൊടുക്കേണ്ടതെന്ന് ചിലത്തുണ്ട്, 15 ദിവസമൊന്നും ഉണ്ട്. അപ്പം അതൊരു ക്ലിയർ ആയിട്ട് വരുമ്പോൾ പറയാം. ഇൻ കേസ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ആപ്ലിക്കേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ജോയിന്റ് രജിസ്ട്രാർ കൺകറന്റ് ഓഡിറ്റർ കൊടുക്കണം. എന്നാൽ PCRD ബാങ്കിൻ്റെ കാര്യത്തിൽ വാല്യുവേഷൻ ഓഫീസറാണ് കൊടുക്കേണ്ടത്. സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ വിതിൻ ദ ടൈം. അതാണ് സമയത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുകയോ ആപ്ലിക്കേഷനകത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ വന്നാൽ അതിൻ്റെ ഉത്തരവാദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവുമായിരിക്കും അതുമൂലമുണ്ടാകുന്ന നഷ്ടത്തിന്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫെയിൽ ടു റെമിറ്റ് ദ എമൗണ്ട് ഇൻ ടൈം എന്നാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്നും ഫെയിൽ ടു റെമിറ്റ് ദ ആപ്ലിക്കേഷൻ വിതിൻ ദ ടൈം എന്നാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും പറയണം. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യം. സെക്രട്ടറി ഇപ്പം നമ്മുടെ ഓരോ പോസ്റ്റിലേക്ക് ഇപ്പം തന്നെ നമുക്കറിയാം ഈ
കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറിൽ കുറയാത്ത ഒരാളായിരിക്കണം. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുണ്ട്, അവിടുത്തെ സെക്രട്ടറി ജോയിന്റ് രജിസ്ട്രാറിൽ കുറയാത്ത ഒരാളായിരിക്കണം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുണ്ട്, അതിൻ്റെ സെക്രട്ടറി ARI കുറയാത്ത ഒരാളായിരിക്കണം. ഇങ്ങനെ ഓരോ സ്ഥാനത്തേക്ക് സെക്രട്ടറി ആയിട്ട് വെക്കുന്ന ആളുകളുടെ ഇന്ന പോസ്റ്റിൽ കുറയാത്ത ആളായിരിക്കണം നമ്മുടെ നിയമത്തിലുണ്ട്. അപ്പോൾ ഇവിടെ നിയമത്തിലല്ല, നമ്മളുടെ സ്കീമിൽ പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർ ആയിരിക്കും സെക്രട്ടറി. എന്നാൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാൽ ബി ദ മാനേജർ. അപ്പോൾ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷാൽ ബി ദ മാനേജർ ഓഫ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയാൻ കാരണം റിസ്ക് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന അവരായതുകൊണ്ടാണ്. റിസ്ക് ഫണ്ടിന്റെ കൈകാര്യം ചെയ്യുന്ന കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ആയതുകൊണ്ട് അതിൻ്റെ സെക്രട്ടറിയും അതിൻ്റെ ബോർഡിൻ്റെ കാര്യത്തെ പറ്റിയാണ് നമ്മൾ റിസ്ക് ഫണ്ട് പഠിപ്പിക്കണം പറയുന്നത്. അപ്പം അതുകൊണ്ട് ചെയർമാൻ ഓഫ് ദ ഫണ്ട് ഷാൽ ബി മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനാണ്. സെക്രട്ടറി ഓഫ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഷാൽ ബി ദ ഫണ്ട് മാനേജർ. അതാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യേണ്ട ആൾ. അപ്പോൾ ഫണ്ട് മാനേജറും ഉണ്ട്, മാനേജറും ഉണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിൻ്റെ അതിൻ്റെ ഘടന എങ്ങനെയാണോ അവരാണ് റിസ്ക് ഫണ്ടും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് റിസ്ക് ഫണ്ടിനെ പറ്റി എന്ത് ചോദിച്ചാലും ആ ഫണ്ടിൻ്റെ ആ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം റിസ്ക് ഫണ്ടിൻ്റെ ബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. അത് റിസ്ക് ഫണ്ടിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറിയാണ്. ആരാണ് അതിൻ്റെ മാനേജർ? അത് അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. ഫണ്ട് മാനേജർ ആരാണ് വെച്ചാൽ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾ, ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ എന്ന രീതിയിൽ അത് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നതിനുള്ള കണക്കുകൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് ഫണ്ട് എന്ന് പറയുന്ന സ്കീമിൽ പറയുന്നുണ്ട്, അല്ല ആ സെക്ഷനിൽ പറയുന്നുണ്ട്, 57D പറയുന്നുണ്ട്, ഇതിൻ്റെ കണക്ക് സൂക്ഷിക്കേണ്ടത് ആരാണെന്ന് സ്കീമിൽ പറയണം. അതാ പറഞ്ഞിരിക്കുന്നത്, ജോയിന്റ് രജിസ്ട്രാർ സെക്രട്ടറി കണക്കുകൾ സൂക്ഷിക്കണം, ഫണ്ട് സൂക്ഷിക്കണം. അവിടെ പറയുന്നുണ്ട് റിസ്ക് ഫണ്ടിൻ്റെ കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ അറിയുന്ന സെക്രട്ടറി സൂക്ഷിക്കുമ്പോൾ ആഡിറ്റ് ചെയ്യണം. അത് ആഡിറ്റ് ചെയ്യണമെന്ന് സ്കീമിൽ പറയണം എന്ന് നമ്മുടെ 57D പറയുന്നുണ്ട്. അതനുസരിച്ച് അതും പറയുന്നുണ്ട്. ഇതിൻ്റെ ഫണ്ട് ആഡിറ്റ് ചെയ്യുന്നത് DCA ആയിരിക്കും. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് നമ്മുടെ റിസ്ക് ഫണ്ടിൻ്റെ വന്ന തുക, കൊടുത്ത തുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളെല്ലാം ആഡിറ്റുണ്ട്. അത് ചെയ്യുന്നത് നമ്മുടെ DCAയുടെ കീഴിലാണ്. അപ്പം അങ്ങനെ ചില പോയിന്റുകളൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് ഓർക്കേണ്ടത്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പല പല ഇഷ്യൂകൾ വരും. അത് ചിലപ്പോൾ സെക്രട്ടറിയോട് വിളിച്ച് ചോദിച്ചാൽ പോലും അപ്പോൾ സെക്രട്ടറിക്ക് പോലും ചിലപ്പോൾ പറയാൻ ഒക്കുന്നില്ല. അതിൻ്റെ കാര്യം ചില കാര്യങ്ങളിലൊക്കെ ചില മയപ്പെടുത്തലുകളും ഒക്കെ വേണമെങ്കിൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പൊതുവായിട്ട് നമ്മുടെ ആഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം, നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ആഡിറ്റ് ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകളും ആഡിറ്റ് ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആഡിറ്റ് വിങ്ങിൻ്റെ ഹെഡിൻ്റെ കീഴിലാണ് ആഡിറ്റ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് 10-25,000-ഓളം സഹകരണ സംഘങ്ങളുള്ളതിൽ 12,000 എണ്ണത്തോളമേ ഉള്ളൂ രജിസ്ട്രാറുടെ കീഴിൽ. ബാക്കിയെല്ലാം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുമൊക്കെയാണ്. ആ സംഘത്തിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ആർബിട്രേഷൻ, അതിൻ്റെ വൈൻഡിങ് അപ്പ്, അതിൻ്റെ ഇൻസ്പെക്ഷൻ, അതിൻ്റെ എൻക്വയറി എല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ ഇൻസ്പെക്ഷനും അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ ആർബിട്രേഷനും അതിൻ്റെ വൈൻഡിങ് അപ്പും എല്ലാം നടത്തുന്നത് ഡയറി ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ ആഡിറ്റ് ചെയ്യുന്നത് DCA ആണ്.
ഇതുപോലെ ഇൻഡസ്ട്രീസിൻ്റെ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ വിങ് ഒക്കെ അതാത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഈ 25,000 സംഘങ്ങളും ആഡിറ്റ് ചെയ്യുന്നത് DCAയുടെ കീഴിലാണ്. അപ്പം DCAയുടെ കീഴിലാണ്. അതുപോലെ തന്നെ ഇതും ആഡിറ്റ് ചെയ്യുന്നത് DCA തന്നെയാണ്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ചോദിക്കാനുള്ളതുണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. പറഞ്ഞോട്ടെ. സാറേ ഈ സംഘത്തിന് ഇന്നലത്തെ ക്ലാസ്സിൽ സംഘത്തിൽ 50,000 രൂപ ഒരു അംഗത്തിന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റുള്ള ആർക്കും കുടിശ്ശികയില്ല, ഒരാൾ മാത്രം മരിച്ചുപോയി. അല്ല, SHG അത് എക്സാമ്പിൾ വെച്ചാ പറഞ്ഞത്. അത് പ്രാക്ടിക്കലായിട്ട് സംഭവം. 50,000 മുകളില് ലയബിലിറ്റി ഉണ്ട്, ആള് മരിച്ചുപോയി, വേറെ ആർക്കും കുടിശ്ശികയില്ല. അപ്പൊ 2,360 രൂപ അടച്ച ആൾക്ക് മൊത്തം എഴുത്തള്ളണ്ടല്ലേ? അല്ല, ഞാനത് പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് 6 പേര് ചേർന്ന് എടുത്ത ലോണിൽ 3 ലക്ഷം ബാക്കി ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിളാ. ഓക്കെ സാറേ. 3 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ഇനിയിപ്പം 6 പേര് ചേർന്നെടുത്ത ലോണിൽ 60,000 രൂപ ബാക്കി നിൽക്കുന്നുണ്ട്. 60,000 രൂപ 6 പേര് ചേർന്നെടുത്ത ലോണിൽ 60,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ ആ ആളിന് അതിൽ ഒരാള് മരണപ്പെട്ടാൽ ആനുപാതികമായിട്ട് 60,000 രൂപ അനുവദിക്കുന്നതിനകത്ത് നിന്ന് 60,000 അനുവദിക്കില്ല, 10,000 അനുവദിക്കത്തുള്ളൂ എന്നർത്ഥം. ആറ് പേര് ചേർന്ന് ഒരു ജോയിന്റ് ലയബിലിറ്റി ലോൺ എടുത്തു, 60,000 ബാക്കി നിൽക്കുന്നു. ഈ സമയത്ത് എന്ന് പറഞ്ഞ ആൾ മരിച്ചു പോയാൽ ഈ 60,000 രൂപയും റിസ്ക് ഫണ്ടിൽ നിന്ന് കിട്ടത്തില്ല. കാരണം ആകെ 60,000 ഉള്ള ലോണ്, 60,000 റിസ്ക് ഫണ്ടിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ ഒരാളെടുത്ത ലോണായിരുന്നെങ്കിൽ അയാൾക്ക് 60,000 രൂപ എടുത്തതായിരുന്നു, അയാൾ മരിച്ചു പോയാൽ 60,000 കിട്ടിയനെയായിരുന്നു. 3 ലക്ഷം വരെയുള്ള ലോൺ അതുവരെ കിട്ടും. ഇപ്പം 60,000 രൂപ ലോൺ എടുത്തിട്ട് 6 പേര് ചേർന്ന എടുത്തത്, അയാൾ 1 മാസം കഴിഞ്ഞപ്പം മരിച്ചുപോയി. 1 മാസം വരെ റിസ്ക് ഫണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് മൂലം മരിച്ചാൽ മാത്രമേ റിസ്ക് ഫണ്ടിൽ ചേർന്ന് 1 മാസത്തിനകം ആക്സിഡന്റോ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന രീതിയിൽ മരണപ്പെട്ടാൽ റിസ്ക് ഫണ്ട് കിട്ടും. അല്ലെങ്കിൽ അല്ലാത്ത മരണമാണെങ്കിൽ 1 മാസം കഴിയണം. ഇയാളിപ്പം ഈ 6 പേര് ചേർന്നെടുത്ത ലോണിൽ 60,000 രൂപയാണ് ലോൺ എടുത്തത്. 6 പേരിൽ ഒരാൾ മരണപ്പെട്ടു പോയി. അപ്പോൾ റിസ്ക് ഫണ്ട് അനുവദിക്കുമ്പം 60,000 കിട്ടത്തില്ല. അതിൽ ആനുപാതികമായി 6 പേർ 60,000 ആണെങ്കിൽ ഒരാൾക്ക് 10,000, ആ 10,000 രൂപ റിസ്ക് ഫണ്ട് അനുവദിക്കത്തുള്ളൂ എന്നാ പറഞ്ഞ്. അതുപോലെ ഒരു പറഞ്ഞതാണ്, മറ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ. ഓക്കെ സാർ, അതിനകത്ത് ഒരു സംശയം കൂടി. ഈ 6 പേര് ഒരാൾക്ക് പിന്നെ ഒരാളുടെ മാത്രം കുടിശ്ശിക 20,000 മുകളിലുണ്ട്. അയാൾ കുടിശ്ശികയുള്ള ഒരാളായിരുന്നു, 6 മാസത്തിൽ താഴെ കുടിശ്ശികയുള്ള ഒരാളായിരുന്നു ഈ 60,000 മരിച്ചുപോയ ഒരാള്. അപ്പോഴും ഈ 10,000 കിട്ടുള്ളൂ അല്ലേ? അല്ല, ഒരാളായിട്ട് കുടിശ്ശികയാകുന്നില്ലല്ലോ ജോയിന്റ് ലയബിലിറ്റി വരുമ്പോ. അവർ 6 പേരോട് ചേർന്നെടുത്ത ലോണിനകത്തിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഒരാളുടെ മാത്രം കുടിശ്ശികയല്ല, മൊത്തത്തിൽ കുടിശ്ശികയല്ലേ അത്. 6 പേർക്ക് ചേർന്ന് ജോയിന്റ് ലയബിലിറ്റിയിൽ എടുത്ത കുടുംബശ്രീ എടുത്താൽ നമ്മുടെ നോട്ടത്തിൽ 6 പേരുടെ ചേർന്ന് അത്രയും എടുത്തു. ആ കുടുംബശ്രീയാണ് നമ്മുടെ സംഘത്തിലെ ലോൺകാരൻ. ആ കുടുംബശ്രീയാണ് അവിടെ, അവരുടെ ഇടയിലാണ് ഓരോരുത്തർക്കും കൊടുത്ത വായ്പയുടെ കണക്ക് അവരയിലാണ് ഉള്ളത്. അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇത് റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ക്ലാസ് എന്നുള്ളതേ ഉള്ളൂ. അതിൽ നമുക്ക് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം, നമുക്ക് ബേസ് മുതലെടുത്ത് പോകേണ്ടതാണ്. ബേസിൽ പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ, അതിൽ നമ്മുടെ ഈ ലോയ്ക്കകത്തിലാണ്ട് 110 സെക്ഷനും ഞാൻ പറഞ്ഞു കൂടുതലൊക്കെ ഉണ്ട്, അതിലേറെ ഉണ്ട്. അത് എല്ലാം നമുക്ക് ആധികാരികമായി നമുക്ക് ക്ലാസ്സിൽ കേട്ടുപോകും. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ സാധാരണ ചോദിക്കാനുള്ള സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്കിലും നമ്മളെ എല്ലാം പറഞ്ഞായിരിക്കും പോകുന്നത്. ക്വസ്റ്റ്യൻ ഇട്ടാലും ബാക്കി കൂടെ പറയും.
നമ്മൾ ഈ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് തന്ന് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട്, അപ്പോൾ തുടക്കമാണിത്. തുടക്കത്തിലെ ക്വസ്റ്റ്യൻ അത് നമുക്ക് എക്സ്പ്ലനേഷനും ആകും, നമുക്ക് ഓർമ്മയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ സഹകരണ സംഘ നിയമത്തിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നതിനകത്തിൽ പ്രിലിമിനറി ആണ്. അതിൽ 2 സെക്ഷനേ ഉള്ളൂ. അതിൽ ഈ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ് എന്നാണ് ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ഡെഫിനിഷനുമാണ്. അപ്പം അത് എടുക്കാൻ പോവല്ല എങ്കിലും ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷനകത്തിൽ ഈ നിയമത്തിൻ്റെ പേരെന്താണെന്നാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഈ നിയമത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണോ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണോ? പക്ഷെ നമ്മൾ പലരും പഠിച്ചിട്ടുള്ളവരാണ്, ഈ ആക്ടിനെ പറ്റി എല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷേ പരീക്ഷയ്ക്ക് എല്ലാം അറിയാം, 110 സെക്ഷനും കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ചിലർ. നിങ്ങളെല്ലാം 201 റൂളും മണിമണി പോലെ പറയുന്നവരാ. പക്ഷെ ആ ക്വസ്റ്റ്യൻ എഴുതിയില്ല. എന്താ നിസ്സാര ഒരു ക്വസ്റ്റ്യനാ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണോ അതോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണെന്നാണ് സംശയം. ആർക്കെങ്കിലും ഒന്ന് പറയാവോ? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടേ ഉള്ളൂ. പക്ഷേ എഴുതാൻ പോയപ്പോൾ എഴുതിയ ആൾക്കാർക്കൊരു മനസ്സ് വരുന്നില്ല. ഒരു സ്റ്റേറ്റ് ഇല്ലാതെ എങ്ങനെ പറയും അല്ലേ? ഇപ്പം തന്നെ മിൽമയുടെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കും. മിൽമയുടെ ഫുൾ ഫോമിനകത്തിൽ മറ്റൊരു രൂപത്തിൽ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ്. പക്ഷേ ചോദ്യത്തിനകത്തിൽ സ്റ്റേറ്റ് കൂടെ ചേർത്ത് ചോദിച്ചു. അപ്പോഴും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എഴുതാൻ എല്ലാവർക്കും മനസ്സ് വരുന്നത് അതൊരു നമ്മൾ പറഞ്ഞു പഠിച്ച നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമാണ്. അപ്പം മാത്രമല്ല നിങ്ങളെല്ലാം ഈ മേഖലയിലൊക്കെ ഒരുവിധം നിൽക്കുന്നവരായതുകൊണ്ട് പറയുകയാണ്, ഈ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ അത് നിങ്ങൾ വെറും ഒരു കുട്ടിയെപ്പോലെയും ഒരു പാതി പൊട്ടനെ പോലെയും അങ്ങനെയല്ല ഇരിക്കണം. എന്നുവെച്ചാൽ കേൾക്കാനിരിക്കുന്ന പോലെ ഇരിക്കുക. എപ്പോഴും ചിലപ്പോൾ ഒരു പറഞ്ഞു വരുമ്പോൾ തന്നെ അങ്ങ് സംശയം ഉദിച്ചു വരരുത്. കാരണം നമ്മൾ ബാക്കി പറയുമ്പോൾ ആ സംശയം തീർന്നിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ ചോദ്യത്തിന് സംശയം ചോദിക്കണം എന്നിരിക്കുമ്പോൾ പിന്നെ പറയുന്നൊന്നും കേട്ടെന്ന് വരത്തില്ല. മാത്രമല്ല 100 കൂട്ടം ഉത്തരവാദിത്തത്തിൻ്റെ മണ്ടയ്ക്കിരിക്കുന്നവരാണ് നിങ്ങൾ. ടെൻഷനുണ്ട്. മാത്രമല്ല ഇപ്പം മാർച്ച് 31 NBA കിടന്ന് പിടിക്കുന്ന സമയമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇതൊന്നും കേട്ടാൽ അങ്ങോട്ട് ഏൽക്കുന്ന സമയമല്ല. പിന്നെ ഇതിലൊക്കെ വിട്ടു നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന് സമാധാനത്തിൽ ഇരുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ വരുന്നത് പറയുമ്പോൾ ഒരു വല്ലാത്ത രീതിയാണ്. എങ്കിലും ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം വരുമ്പോൾ നമ്മൾ എന്തിനും തയ്യാറാകുമെന്ന് പറഞ്ഞ പോലെയാണ് എന്നുള്ളത് കൊണ്ട് ആ രൂപത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ പറഞ്ഞത് ഇപ്പം ഷോർട്ട് ടൈറ്റിൽ എന്ന് വെച്ചാൽ ദിസ് ആക്ട് ഈസ് കാൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇനി കമൻസ് എന്നാണ് നിലവിൽ വന്നത് 15/5/1969 നിലവിൽ വന്നു. 15th May 1969 ഈ ആക്ട് നിലവിൽ വന്നത്. ഇത് 1969 21ാമതായിട്ട് ഒപ്പിട്ട ഒരു ആക്റ്റാണ്. അതാണ് 21 of 1969. ഇത്രയാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. ദിസ് ആക്ട് ഈസ് കാൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 21 of 1969. They came into force on 15th May 1969. പിന്നെ എക്സ്റ്റെൻഡ് ദ ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ കേരള. കേരളത്തിൽ മൊത്തം ബാധകമാണ് എന്ന് എടുത്തു പറയാൻ കാരണം അതിന് മുൻപ് മലബാർ ഏരിയയ്ക്കൊരു നിയമം, നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയ്ക്ക് വേറൊരു നിയമമായിരുന്നു. ഇതോടുകൂടി കേരളത്തിന് മൊത്തം ഇനി ഈ നിയമമായിരിക്കും. മറ്റേ നിയമമെല്ലാം പോയിരിക്കുന്നു. കാരണം നിലവിലുണ്ടായിരുന്ന ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951, ട്രാവൻകൂർ കൊച്ചിൻ ഏരിയ, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ മലബാർ ഏരിയ, ഇത് രണ്ടും ഇല്ലാതായിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അന്ന്.
1969 മെയ് മാസം 15-ാം തീയതി ഈ നിയമം വന്നപ്പോൾ വേറെ 2 നിയമം ഇവിടെ നിൽപ്പുണ്ട്. ഫലമോ 3 നിയമമായി. മലബാർ ഏരിയയ്ക്ക് ഒരു നിയമം, ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയ്ക്ക് മറ്റൊരു നിയമം, കേരളത്തിന് മൊത്തം മറ്റൊരു നിയമം. അങ്ങനെ ആയ കുഴപ്പമാകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ 110-ാമത്തെ സെക്ഷൻ, നമ്മളിപ്പോൾ 1-ാമത്തെ സെക്ഷനും പറഞ്ഞു, 110-ാമത്തെ സെക്ഷനിൽ പറയുന്നത് റിപ്പീൽ ആൻഡ് സേവിങ് എന്നാണ്. റിപ്പീൽ എന്ന് വെച്ചാൽ ഒഴിവാക്കി എന്നാണ്. എന്തൊഴിവാക്കി? ഇനി മുതൽ 15/5/1969 മുതൽ ഇവിടെ നിലനിന്നിരുന്ന ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റിപ്പീൽ ചെയ്തു, ഒഴിവാക്കിയിരിക്കുന്നു. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ മലബാർ ഏരിയ റിപ്പീൽ ചെയ്തിരിക്കുന്നു. ആൻഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സേവ്ഡ്. അതാണ് റിപ്പീൽ ആൻഡ് സേവിങ് എന്ന് പറയുന്നത്. അപ്പം 1969 15-ാം തീയതി മെയ് 15-ന് വന്നതോടുകൂടി മറ്റേ 2 ഒഴിവാക്കിയെന്ന് നമ്മുടെ നിയമത്തിൽ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ 1-ന് പകരം 3 മാറും, 2-ന് പകരം 1 തീരുമാനിച്ച് 3 മാറും. അതാണ് 110-ാമത്തെ സെക്ഷൻ റിപ്പീൽ ആൻഡ് സേവിങ്. ഒഴിവാക്കലും സംരക്ഷണവും എന്നർത്ഥം. എന്തൊഴിവാക്കി? നിലവിലുള്ള 2 ഒഴിവാക്കി. എന്ത് സംരക്ഷിച്ചു? ഈ നിയമം ഇനി മുതൽ സംരക്ഷിക്കപ്പെടുന്നു. അതാണ് 1-ാമത്തെ സെക്ഷനും 110-ാമത്തെ സെക്ഷനും. അപ്പം നമുക്ക് 2 പഠിച്ചിനിയും ബാക്കി കുറച്ച് പഠിച്ചാൽ മതി. ആദ്യത്തെയും പഠിച്ച് അവസാനത്തെയും പഠിച്ചു. ഞാൻ പറഞ്ഞു വന്നത് 2-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷനാണ്. നമുക്കറിയാം, ആക്ട് വായിച്ചു പോകുമ്പോൾ പല പല ടേമുകളും നമുക്ക് വ്യക്തതയില്ലാത്തതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ടേമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ആക്ട് വായിച്ചുകൊണ്ട് പോകുമ്പോൾ പല പല സംശയങ്ങൾ, പല പല ടേം, ഇപ്പം സെയിൽ ഓഫീസർ, വർക്കിംഗ് ക്യാപിറ്റൽ, ഡിസ്പ്യൂട്ട്, ഡിക്രി എന്നൊക്കെ കാണും. ഇതെന്താണെന്ന് അതിൻ്റെ വേർഡ് മീനിങ് നോക്കി നമ്മൾ അർത്ഥം കണ്ടെത്തിയാൽ നിയമം ശരിയായി പഠിക്കാനൊക്കാതെ വരും. അതുകൊണ്ട് നിയമം ഉണ്ടാക്കിയപ്പോൾ തന്നെ തീരുമാനമെടുത്തു, ഈ ആക്ടിനകത്തിൽ എന്തൊക്കെ ടേമുകൾ നമുക്ക് വ്യക്തതയില്ലാത്തത് ഉണ്ടാകുമോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെല്ലാം നിർവചനം കൊടുത്തു സെക്ഷൻ 2-വിൽ. ആക്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടാകാവുന്ന ഏതെങ്കിലും ടേമിൽ സംശയം വന്നാൽ അത് പരിഹരിക്കാൻ മുൻകൂട്ടി കൊടുത്തു. അതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും വായിച്ചു പോയപ്പോൾ ഡിസ്പ്യൂട്ട് എന്ന് കിടക്കുന്നു. അതിൻ്റെ മലയാളം മീനിങ് തർക്കമെന്നറിയാം. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം എന്താണ് തർക്കം എന്നൊരു സംശയം നമുക്ക് വന്നു. അപ്പം നമുക്ക് എവിടെ നോക്കണം? 2-ാമത്തെ സെക്ഷൻ നോക്കണം. അപ്പോൾ കുറച്ചേറെ ഡെഫിനിഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? അതുകൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഡെഫിനിഷൻ ഇട്ടിരിക്കുന്നത്. എ വരുന്ന വാക്കുകളുടെ ആദ്യം, പിന്നെ ബി വരുന്നത്, പിന്നെ സി വരുന്നത്, അങ്ങനെ ഡിക്ഷണറി പോലെയാണ് നമ്മളുടെ ഡെഫിനിഷൻ ഇട്ടിരിക്കുന്നത്. 2-ാമത്തെ സെക്ഷനിൽ ആദ്യം തന്നെ അപ്പെക്സ് സൊസൈറ്റി എന്നാണ് കിടക്കുന്നത്. അതിനർത്ഥം എയിൽ തുടങ്ങുന്നു, പിന്നെ അസിസ്റ്റഡ് എ. അപ്പോൾ എയിലുള്ളതെല്ലാം ആദ്യം, പിന്നെ ബി, പിന്നെ സി, അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഈ ഡെഫിനിഷൻ ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 60ഓളം ഡെഫിനിഷനുകൾ നമ്മുടെ നിയമത്തിൽ കിടപ്പുണ്ട്. ഇനിയും റൂള് വായിക്കുന്ന അവസരത്തിൽ നമുക്ക് സംശയങ്ങൾ വരും. റൂള് വായിക്കുന്നുണ്ട് ചില സംശയങ്ങൾ. അപ്പോൾ നമ്മൾ അതറിയാൻ വേണ്ടി റൂൾ 2-ൽ കുറച്ച് ഡെഫിനിഷൻ കൊണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറഞ്ഞത്, ഈ ഡെഫിനിഷൻ ആക്ടിലെ ഡെഫിനിഷൻ മൊത്തം സെക്ഷൻ 2-ലും റൂളിലെ ഡെഫിനിഷൻ മൊത്തം റൂൾ 2-ലും ഉണ്ടെന്ന് ഓർക്കുക. അതിൽ ചില ഡെഫിനിഷൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ചോദിക്കുന്നത് ഡെഫിനിഷനായിട്ടല്ല, നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ബോധ്യം ഉണ്ടാകണം. അത് പ്രത്യേകിച്ച് അതിലൊരു എക്സാമ്പിളാണ്, ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് അപ്പെക്സ് സൊസൈറ്റി? അപ്പെക്സ് സൊസൈറ്റി എന്ന് കേട്ടാൽ നമ്മൾ അപ്പെക്സിന്റെ അർത്ഥം ഏറ്റവും മുകളിലെന്നാണ്, ടോപ്പ് എന്നാണ് അർത്ഥം. ആ മീനിങ് നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല.
അതുകൊണ്ട് നമ്മൾ ഡെഫിനിഷനകത്തിൽ അപ്പെക്സ് സൊസൈറ്റി ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏയിലാ തുടങ്ങുന്നത് കൊണ്ട് ആദ്യം തന്നെ ഉണ്ട്. ആ അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെഫിനിഷനകത്തിൽ എന്താണ് അപ്പെക്സ് സൊസൈറ്റി എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം കിടപ്പുണ്ട്. ആ ഫീച്ചേഴ്സിനകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം ആ അപ്പെക്സിന്റെ ഫീച്ചറിനകത്തിലുള്ളതല്ല. ആ ഡെഫിനിഷൻ വായിക്കുമ്പോൾ ഇതിൽ ഒരെണ്ണം ഇല്ല. അത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്. ഒന്നിൽ പറയുന്നു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ. അപ്പെക്സ് സൊസൈറ്റിയുടെ പ്രത്യേകത സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധി ആയിരിക്കും. രണ്ടാമത്തേത് മെമ്പേഴ്സ് ആർ അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റ്. അപ്പെക്സ് സൊസൈറ്റിയിലെ മെമ്പർമാർ മറ്റ് സൊസൈറ്റികളെ ആകാവൂ, മറ്റേത് സൊസൈറ്റിയും പോരാ, ആ അപ്പെക്സ് സൊസൈറ്റിയുടെ അതേ ജോലി ചെയ്യുന്ന സംഘങ്ങളായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പം മിൽമ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയാൻ കാരണം മിൽമയുടെ സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധിയാണ്. രണ്ടാമത് മിൽമയുടെ മെമ്പർമാരെന്ന് പറയുന്നത് മിൽമയുടെ പാല് ശേഖരിക്കുന്ന അതേ ജോലി ചെയ്യുന്ന റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ തന്നെയാണ്. മറ്റേതെങ്കിലും സംഘമായാൽ പോരാ, അതിൻ്റെ ഓബ്ജക്റ്റ് തന്നെ ഉള്ള പ്രൈമറി സംഘങ്ങളായിരിക്കണം അംഗങ്ങൾ. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിക്ലെയർഡ് ബൈ ദ രജിസ്ട്രാർ പ്രഖ്യാപിക്കണം അപ്പെക്സ് ആണെന്ന്. മൂന്നാമത് ഡിക്ലെയർഡ് ബൈ ഗവൺമെന്റ് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇവിടുത്തെ ചോദ്യം അപ്പെക്സ് സൊസൈറ്റി എന്നുള്ള ഡെഫിനിഷനകത്തിൽ ഇതിൽ ഏതോ ഒരെണ്ണം വരത്തില്ല. ബാക്കി 3 എണ്ണം അപ്പെക്സ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സാണ്. ഏതാണ് ഫീച്ചേഴ്സ് അല്ലാത്തതെന്നാ ചോദ്യം. നമുക്കറിയാം അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി വിത്ത് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ ആൻഡ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഓബ്ജക്റ്റ് ആൻഡ് ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ. അതാണ് എൻ്റെ ഡെഫിനിഷൻ. അപ്പം 3 എണ്ണം സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധി ആയിരിക്കണമെന്നുള്ളത് ഒരു ഫീച്ചറാണ്. മറ്റ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്, അതേ സ്വഭാവമുള്ള മറ്റ് സൊസൈറ്റികൾ അംഗങ്ങളായിരിക്കണം. ഇത് പ്രഖ്യാപിക്കേണ്ടത് രജിസ്ട്രാറാണ്. അപ്പം കേരള ബാങ്ക് ആണെങ്കിലും മിൽമയാണെങ്കിലും കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് ആണെങ്കിലും എല്ലാം അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയാൻ കാരണം അതിൻ്റെ എല്ലാം പ്രവർത്തനം 19ഓളം അപ്പെക്സ് സ്ഥാപനം പറഞ്ഞാൽ കൺസ്യൂമർ ഫെഡും മാർക്കറ്റ് ഫെഡും റബ്ബർ മാർക്കും എല്ലാ കാപ്പെക്സും കോർഫെഡും എല്ലാം അപ്പെക്സ് എന്ന് പറയാൻ കാരണം അതിൻ്റെ പ്രവർത്തന പരിധി സംസ്ഥാനം മൊത്തമാണ്. രണ്ടാമത് ഓരോ അപ്പെക്സ് ആ സംഘത്തിൻ്റെയൊക്കെ അംഗങ്ങൾ അതിൻ്റെ സ്വഭാവമുള്ള സംഘങ്ങൾ തന്നെയാണ്. പിന്നെ രജിസ്ട്രാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഡിക്ലെയർഡ് ബൈ ദ ഗവൺമെൻറ് എന്നുള്ളതല്ല, രജിസ്ട്രാറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫീച്ചേഴ്സ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ രീതി. പണ്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് അറിയാം. ഡാഷ് ഈസ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പം അത് അല്ല. മറ്റൊന്ന് അപ്പെക്സ് സൊസൈറ്റിയെ പറ്റി പറയുന്ന ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ എത്രയാണ്? എല്ലാ ഡെഫിനിഷനും സെക്ഷൻ 2 ആണ്. 2-ൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എല്ലാം ഉള്ളത്. എ ബി സി എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു 69-ൽ ABC എന്ന് നമ്പറിട്ടായിരുന്നു എഴുതിയത്. പക്ഷേ ഇടയ്ക്ക് പുതിയ ഡെഫിനിഷൻ വന്നപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എട്ടിന് വന്നു. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി എന്ന ഡെഫിനിഷൻ പണ്ടുണ്ടായിരുന്നു, 2A ആയിരുന്നു. പിന്നെ ബൈലോ ആയിരുന്നു ഡെഫിനിഷൻ. അപ്പം അങ്ങനെ പോവുകയായിരുന്നു. പക്ഷെ പിന്നീട് എയുടെ അക്ഷരം വരുന്ന മറ്റ് പല വാക്കുകളുടെയും ഡെഫിനിഷൻ കൊടുക്കേണ്ടി വന്നപ്പോൾ ഈ എയുടെ അടിക്ക് തന്നെ 2A, AA, AB, AC എന്നൊക്കെ പറഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് 2Aയിലാണ്. 2Aയിൽ പറഞ്ഞ ഡെഫിനിഷനാണ് നമ്മൾ ഈ കണ്ടത് അപ്പെക്സ് സൊസൈറ്റിയുടെ. അതിൽ ഈ ഭാഗം ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനിയും മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് സെൻട്രൽ സൊസൈറ്റി? സെൻട്രൽ സൊസൈറ്റി എന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏത് ഫീച്ചർ ഇല്ല?
ഇവിടുത്തെ ചോദ്യം സെൻട്രൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സെൻട്രൽ സൊസൈറ്റിയുടെ ഫീച്ചർ ജൂറിസ്ഡിക്ഷൻ ഓവർ 1 or more റവന്യൂ ഡിസ്ട്രിക്ട്. ശരിയാണോ എന്നൊരു സംശയം വരാം. 1 or അതിലധികമോ ജില്ല പ്രവർത്തന പരിധിയുള്ള ഒരു സംഘത്തെ നമുക്ക് സെൻട്രൽ സൊസൈറ്റി എന്ന് പറയാം എന്നാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്നാണ്. മെമ്പേഴ്സ് ആർ അതർ സൊസൈറ്റീസ്. മറ്റ് സൊസൈറ്റികളായിരിക്കണം സെൻട്രൽ സൊസൈറ്റിയിലെ അംഗങ്ങൾ. അത് ഏത് സൊസൈറ്റി ആയാലും മതി. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പെക്സ് ആണെങ്കിൽ അതേ സ്വഭാവമുള്ള സൊസൈറ്റികൾ വേണം. ഏത് സൊസൈറ്റിയും മെമ്പറാകാം സെൻട്രൽ സൊസൈറ്റി. മറ്റൊന്ന് ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ ഓൺ ഗവൺമെന്റ്. സെൻട്രൽ സൊസൈറ്റി ആണെന്ന് പ്രഖ്യാപിക്കേണ്ടത് രജിസ്ട്രാറോ ഗവൺമെന്റോ ആണ്. മറ്റൊന്ന് ഏരിയ ഓപ്പറേഷൻ കൺഫൈൻഡ് ടു 1 district only. ഒരു ജില്ല മാത്രമാണ് സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ. ഈ 4 ഫീച്ചറിനകത്തിൽ ഒരെണ്ണം തെറ്റാം. ബാക്കി എല്ലാം സെൻട്രൽ സൊസൈറ്റിയുടെ ഫീച്ചറാണ്. ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ തെറ്റാകാൻ ചാൻസ് ഉള്ളത് സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ തെറ്റാകാൻ ചാൻസ് ഉള്ളത് ആർക്കെങ്കിലും ഒന്ന് സൂചിപ്പിക്കാവോ? ഒരു നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആരാണെന്നൊന്നും അറിയത്തില്ല. പറയുന്ന ആളിനും മാത്രം അറിയത്തുള്ളൂ. ഡി. ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ഇൻ 1 district. ഡിസ്ട്രിക്ട് മാത്രമേ ആകാവൂ എന്ന് പറയുന്നത് തെറ്റാണെന്നല്ലേ? അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സെൻട്രൽ സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടല്ലോ, സെൻട്രൽ സൊസൈറ്റി ആണല്ലോ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരികയും സെൻട്രൽ സൊസൈറ്റി ഏരിയ എപ്പോഴും ഡിസ്ട്രിക്ട് ആയിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ വരികയും ചെയ്യും. ആ ഒരു തെറ്റായ ധാരണയാണ്. കാരണം സെൻട്രൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 tier ഉള്ള സംവിധാനത്തിൽ ഇടത്തട്ടിലുള്ളതിനെയാണ് സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും 3 tier ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ് സെൻട്രൽ സൊസൈറ്റി. അതുകൊണ്ട് സെൻട്രൽ സൊസൈറ്റി ഏരിയ ഡിസ്ട്രിക്ട് ആയിരിക്കുമെന്ന് മനസ്സിൽ വരാം. അങ്ങനെ പഠിക്കാൻ ഒക്കത്തില്ല. നമുക്കറിയാം ഡയറി സൊസൈറ്റിക്ക് 3 tier. ഡയറി സൊസൈറ്റി അതിൽ ആനന്ദ് പാറ്റിയർ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആപ്കോസ് ആണ് പ്രൈമറി. അത് ഒരു വില്ലേജ് ആണ് എൻ്റെ ഏരിയ. അതിൻ്റെ മുകളിൽ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് സെൻട്രൽ സൊസൈറ്റി. അതിൻ്റെ ഏരിയ 4 ജില്ലകളൊക്കെയാണ്. ഇപ്പം 4 ജില്ലയാണ്. ഇപ്പം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ 4 ജില്ലയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. അങ്ങനെയെങ്കിൽ അതും സെൻട്രൽ സൊസൈറ്റിയാണ്. RCMPU സെൻട്രൽ സൊസൈറ്റിയാണ്. അതിൻ്റെ ഏരിയ ഒരു ജില്ലയല്ല. അപ്പോൾ ജില്ലാ ബാങ്ക് സെൻട്രൽ സൊസൈറ്റി ആയിരുന്നു. അത് നമുക്ക് ജില്ലയാണ് പ്രവർത്തന പരിധി എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതങ്ങ് തട്ടിക്കളയും. മറ്റ് സൊസൈറ്റികളാ മെമ്പർ എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പർമാർ PACSകളായിരുന്നു, അല്ലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ മാറി മറിഞ്ഞൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. അത് പിന്നെ അവിടെ ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ ഓർ ഗവൺമെന്റ്. അപ്പെക്സ് സൊസൈറ്റി ഡിക്ലെയർ ചെയ്യുന്ന രജിസ്ട്രാറേ ഉള്ളൂ. എന്നാൽ സെൻട്രൽ സൊസൈറ്റി പ്രഖ്യാപിക്കാൻ രജിസ്ട്രാർക്കോ ഗവൺമെന്റിനോ അധികാരമുണ്ട്. അത് ശരിയാണ്. പിന്നെ ഏരിയ ഓപ്പറേഷൻ കൺഫൈൻഡ് ടു 1 district only. അത് തെറ്റാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇതാണെന്ന് എഴുതണം. അപ്പം അതുകൊണ്ട് ഫീച്ചേഴ്സ് സെൻട്രൽ സൊസൈറ്റിയുടെയും അപ്പെക്സ് സൊസൈറ്റിയുടെയും ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. നമുക്ക് ഏതായാലും അടുത്ത പിന്നെ ക്ലാസ് മുതൽ ഓരോന്ന് എടുത്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് പരിഹരിച്ച് പോകാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ പോകാം. പിന്നെ ഒരുപാട് സമയമൊന്നും ഇത് സഹിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കും ഇല്ല എന്നറിയാം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് പിരിയാം. ഓക്കെ, താങ്ക് യു.
Thank you. ഓക്കെ സാർ, താങ്ക് യു.